ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. അതായത് അതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ എടുത്തിരുന്ന വാരിയബിൾസ്, ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, കോൺസ്റ്റൻസ് ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം അത് ക്ലിയർ ചെയ്യുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെസ്സേജ് ബോക്സസ് ആൻഡ് ഇൻപുട്ട് ബോക്സസ് ഇൻ VBA. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. വാട്ട് ഈസ് മെസ്സേജ് ബോക്സ് ആൻഡ് ഇൻപുട്ട് ബോക്സ്? എന്താണ് ഈ മെസ്സേജ് ബോക്സും ഇൻപുട്ട് ബോക്സും? The message boxes provide a way to give information to a user and get information from a user while the program is running. ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് യൂസർക്ക് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കാനും അതിൻ്റെ ഒരു റെസ്പോൺസ് യൂസറിൽ നിന്നും വാങ്ങിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെസ്സേജ് ബോക്സസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇൻപുട്ട് ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? The input boxes can be used to prompt the user to enter a value. യൂസർക്ക് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാനാണ് നമ്മൾ ഇൻപുട്ട് ബോക്സസ് യൂസ് ചെയ്യുന്നത്. മെസ്സേജ് ബോക്സിൽ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റില്ല, അതിന് പകരം യൂസറിന് എടുക്കുന്ന ഒരു ക്ലിക്കിലൂടെ റെസ്പോൺസ് വാങ്ങിക്കാൻ മാത്രമേ പറ്റൂ, ബട്ടൺ ക്ലിക്കിലൂടെ. എന്നാൽ ഇൻപുട്ട് ബോക്സിനകത്ത് യൂസർക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ, ഒരു ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് VBA മെസ്സേജ് ബോക്സിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ VBA മെസ്സേജ് ബോക്സസ് ഫോൾസ് ഇൻടു ടു ബേസിക് കാറ്റഗറീസ്: MSG ബോക്സ് മെത്തേഡ് ആൻഡ് MSG ബോക്സ് ഫംഗ്ഷൻ. അതായത് VBക്കകത്ത് രണ്ട് ടൈപ്പിലാണ് മെസ്സേജ് ബോക്സ് യൂസ് ചെയ്യുന്നത്. MSG ബോക്സ് മെത്തേഡ്, MSG ബോക്സ് ഫംഗ്ഷൻ. മെസ്സേജ് ബോക്സ് എന്നല്ല ഇവിടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ, MSG ബോക്സ് എന്നാണ്. അപ്പൊ അതിനെ രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് മെത്തേഡായിട്ടും ഒന്ന് ഫംഗ്ഷൻ ആയിട്ടും. അതെങ്ങനെയാണ് നോക്കാം. MSG ബോക്സ് മെത്തേഡിന്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് ഫസ്റ്റ് നോക്കാം. The basic form of the message box in VBA is MSG box of ഡബിൾ കോട്ടിനകത്ത് മെസ്സേജ് കൊടുക്കുക. അതായത് ഒരു മെസ്സേജ് യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ മെസ്സേജ് ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെസ്സേജ് എന്താണെന്നുള്ളത് MSG ബോക്സിന്റെ ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ടിനകത്താണ് നമ്മൾ ആ മെസ്സേജ് കൊടുക്കേണ്ടത്. എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് VBA എഡിറ്റർ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഇൻസേർട്ട് മോഡ്യൂൾ കൊടുക്കുക. മോഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്, കാരണം റിക്വയർ വാരിയബിൾ ഡിക്ലറേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സബ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. സബ് ടെസ്റ്റ് എന്നാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. പ്രൊസീജിയർ നെയിം കൊടുത്തു. എൻ്റർ അടിക്കുന്ന സമയത്ത് എൻഡ് സബ് ഓട്ടോമാറ്റിക്കലി വരും. ഇതിനിടയിലാണ് നമ്മൾ കോഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ MSG ബോക്സിന്റെ സിൻടാക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. MSG ബോക്സ് ഓഫ് ഡബിൾ കോഡിനകത്ത് എന്താണോ നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജ് അത് കൊടുക്കണം. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്നത് അതിന്റെ സിൻടാക്സ് ആണ്. ടോൾ ടിപ്പ് പോലെ നമുക്ക് അവിടെ സിൻടാക്സ് കിട്ടും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ ജസ്റ്റ് നമുക്കൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ്, യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ് കൺഗ്രാറ്റുലേഷൻസ് ആണ്. അപ്പൊ ഈ മെസ്സേജ് ബോക്സ് എങ്ങനെയാണ് റൺ ചെയ്യുമ്പോൾ വരുന്നത് നോക്കാം. ഇവിടെ റൺ ബട്ടൺ ഉണ്ട്. റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ മെസ്സേജ് ബോക്സ് കിട്ടും. നമ്മൾ VBA എഡിറ്റർ വിൻഡോ അല്ല, എക്സൽ ഷീറ്റിന്റെ ആ വിൻഡോ ആണ് വരുന്നത്. അതിൽ ആ മെസ്സേജ് ബോക്സ് ഇവിടെ സെൻട്രലായിട്ട് കാണാൻ പറ്റും. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന ടൈറ്റിൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലോസ് ബട്ടൺ ഉണ്ട്. അതിന് താഴെയായിട്ട് കൺഗ്രാറ്റുലേഷൻസ്, നമ്മൾ കൊടുത്ത മെസ്സേജ് കൺഗ്രാറ്റുലേഷൻസ്, തൊട്ട് താഴെ ഓക്കെ ബട്ടൺ. ഇതാണ് ആ മെസ്സേജ് ബോക്സിന്റെ ഡിഫോൾട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അവിടെ ഓക്കെ അടിക്കുന്ന സമയത്ത് തിരിച്ച് നമ്മുടെ VBA എഡിറ്ററിനകത്തോട്ടേക്ക് തന്നെ പോകുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് MSG ബോക്സ് ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. The MSG box function displays a message in a dialog box, waits for the user to click a button, and then returns an integer indicating which button was clicked by the user. അതായത് MSG ബോക്സ് മെത്തേഡിനകത്ത് നമ്മൾ കണ്ടു ഒരു മെസ്സേജ്, അതായത് കൺഗ്രാറ്റുലേഷൻസ് എന്നുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ഓക്കെ ബട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൂസർ ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും അല്ലേ. ഇനി MSG ബോക്സ് ഫംഗ്ഷൻ ആണെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. കൂടെയുള്ള ബട്ടൺസ് എന്ന് പറയുന്നത് ഓക്കെ മാത്രമല്ല, നമുക്ക് എക്സ്ട്രാ ബട്ടൺസ് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ കൊടുക്കാം, ഓക്കെ ക്യാൻസൽ കൊടുക്കാം, യെസ് നോ കൊടുക്കാം, യെസ് നോ ക്യാൻസൽ കൊടുക്കാം. അങ്ങനെ ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ ബട്ടൺസ് ഉണ്ടാകുമ്പോൾ യൂസർ ഏതെങ്കിലും ഒരു ബട്ടൺ ആയിരിക്കും ക്ലിക്ക് ചെയ്യുക.
യൂസർ ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ഓരോ ബട്ടണും കറസ്പോണ്ടിങ് ഇൻഡിജേഴ്സ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട് ഇവിടെ. അത് പ്രീ ഡിഫൈൻഡ് ആണ്. ഇതിനകത്തുള്ള ഒരു VB കോൺസ്റ്റന്റ് ആണ്. ഓരോ ഇപ്പോൾ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഒരു ഇൻഡിജർ ഉണ്ട്, 6 എന്ന് പറഞ്ഞ ഒരു ഇൻഡിജർ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇൻഡിജർ വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി അവിടെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഏത് ബട്ടണാണോ യൂസർ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ഇൻഡിജർ ആയിരിക്കും ആ മെസ്സേജ് ബോക്സ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇത് MSG ബോക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്ത് കോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് MSG ബോക്സ് ഫംഗ്ഷന്റെ സിൻടാക്സ് നോക്കാം. ദി സിൻടാക്സ് ഓഫ് MSG ബോക്സ് ഫംഗ്ഷൻ ഈസ് റിട്ടേൺ വാല്യൂ ഈക്വൽ ടു MSG ബോക്സ് ഓഫ് പ്രോംപ്റ്റ് ബട്ടൺ ആൻഡ് ഐക്കൺ ടൈപ്സ്, ടൈറ്റിൽ, ഹെൽപ്പ് ഫയൽ കോണ്ടെക്സ്റ്റ്. ഇതാണ് ഇതിന്റെ സിൻടാക്സ്. നേരത്തെ നമ്മൾ MSG ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന സിൻടാക്സ് ആണിത്. റിട്ടേൺ വാല്യൂ ഈക്വൽ ടു, ഇതാണ് നമ്മൾ യൂസർ ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ഇൻഡിജർ റിട്ടേൺ ചെയ്യുന്നു പറഞ്ഞു. ആ റിട്ടേൺ ചെയ്ത ഇൻഡിജർ സ്റ്റോർ ചെയ്യാനാണ് റിട്ടേൺ വാല്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ ടു MSG ബോക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ്, അത് ഡബിൾ കോട്ടിലാണ് കൊടുക്കേണ്ടത്. പ്രോംപ്റ്റ് എന്നുള്ളത് ഒരു മെസ്സേജ് ആണ്, ടെക്സ്റ്റ് മെസ്സേജ് ആണ്, അത് ഡബിൾ കോട്ടിൽ കൊടുക്കുക. ബട്ടൺ ആൻഡ് ഐക്കൺ ടൈപ്സ് എന്ന് പറയുന്നത് അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന ബട്ടൺസ് ഏതൊക്കെയാണ്. ഒന്നും സെറ്റ് ചെയ്തില്ലെങ്കിൽ ഓക്കെ മാത്രമേ വരൂ. നമുക്ക് യെസ് നോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ബട്ടൺ കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഐക്കൺ ടൈപ്സും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഐക്കൺ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും സെറ്റ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ പാരാമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ബട്ടൺ ടൈപ്സ് ഏതാണോ അത് പ്ലസ് ഐക്കൺ ടൈപ്സ് ഏതാണോ അത് പ്ലസ്, അങ്ങനെയാണ് പോകുന്നത് അവിടെ സെറ്റ് ചെയ്യുന്നത്. അത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടൈറ്റിൽ എന്നത് നമ്മൾ നേരത്തെ കണ്ടു. ടൈറ്റിൽ ഒന്ന് സാധാരണ MSG ബോക്സ് മെത്തേഡിനകത്ത് കണ്ടു. അവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നായിരുന്നു ടൈറ്റിൽ വന്നത് അല്ലേ. ഇവിടെയാണെങ്കിൽ നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്താണോ നമുക്ക് അവിടെ ആ മെസ്സേജിന് ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടൈറ്റിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, മൂന്നാമത്തെ പാരാമീറ്റർ വെച്ചിട്ട്. നെക്സ്റ്റ് ഫോർത്ത് പാരാമീറ്റർ വരുന്നത് ഹെൽപ്പ് ഫയൽ ആൻഡ് ഫിഫ്ത്ത് പാരാമീറ്റർ ഹെൽപ്പ് ഫയൽ കോണ്ടെക്സ്റ്റ്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഹെൽപ്പ് ബട്ടണും കൂടി നമുക്ക് അവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ടൈപ്പിന്റെ കൂടെ സെക്കൻഡ് പാരാമീറ്ററിൽ നമുക്ക് ഒരു ഹെൽപ്പ് ബട്ടണും കൂടി സെറ്റ് ചെയ്യാൻ പറ്റും. ആ സെറ്റ് ചെയ്ത ഹെൽപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫയലിലോട്ട് പോകണം, നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഹെൽപ്പ് കാണുന്നില്ലേ, ഹെൽപ്പ് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഫയലിലോട്ടാണ് പോകുന്നത്. അതേപോലെ ഏത് ഫയലിലോട്ടാണോ പോകേണ്ടതെന്ന് വെച്ചാൽ ആ ഫയലിന്റെ പാത്താണ് ഹെൽപ്പ് ഫയലിൽ കൊടുക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ഒരു ID നമ്മൾ സെറ്റ് ചെയ്യും. ആ ID ആണ് ഫിഫ്ത്ത് പാരാമീറ്ററായ ഹെൽപ്പ് ഫയൽ കോണ്ടെക്സ്റ്റിൽ കൊടുക്കുന്നത്. കോണ്ടെക്സ്റ്റ് ID ആണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ആദ്യത്തെ 3 പാരാമീറ്റർ ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ MSG ബോക്സ് ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. പ്രൊസീജിയർ കൊടുത്ത് സബ് ടെസ്റ്റ് ഓഫ്, അതിനകത്താണ് കോഡ് എഴുതാൻ പോകുന്നത്. MSG ബോക്സ് ഫംഗ്ഷന്റെ സിൻടാക്സ് പഠിച്ചു കഴിഞ്ഞു. റിട്ടേൺ വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ വാല്യൂ എന്തായിരുന്നു, യൂസർ ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഇൻഡിജർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വാരിയബിൾ ആണ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻഡിജർ ആണല്ലോ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യണം. dim n as integer, അവിടെ ഇന്റലിജൻസ് വന്നിട്ടുണ്ടാവും, ഇൻഡിജർ എന്ന് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫിൽ ആവും. ഓക്കെ, നെക്സ്റ്റ് റിട്ടേൺ വാല്യൂ എന്നത് n ആയിട്ട് സെറ്റ് ചെയ്തു. n ഈക്വൽ ടു, പിന്നെ കൊടുക്കേണ്ടത് എന്താ, MSG ബോക്സ്. ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഒരു പാരാമീറ്ററും കൊടുക്കണം. അപ്പോൾ അവിടെ സിൻടാക്സ് വന്നിട്ടുണ്ടാവും. MSG ബോക്സ് ഓഫ് പ്രോംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സിൻടാക്സ് ആണ്. അപ്പോൾ അതിൽ പ്രോംപ്റ്റ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ പ്രോംപ്റ്റ് ആണ്. പ്രോംപ്റ്റ് എന്താ, യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ്, അതാണ് പ്രോംപ്റ്റ്. അത് ഡബിൾ കോട്ടിൽ ഇട്ട് കൊടുക്കുക. ഡബിൾ കോട്ടിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന മെസ്സേജ്, ഡു യു വാണ്ട് ടു പ്രിന്റ് ദിസ് ഫയൽ, ഇതാണ് യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്ന മെസ്സേജ്. അപ്പോൾ മെസ്സേജ് കൊടുത്തു. ബാക്കിയുള്ള നെക്സ്റ്റ് പാരാമീറ്റേഴ്സ്, പ്രോംപ്റ്റ് ഒഴികെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ അത് ഓപ്ഷണൽ ആണ്, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം ഞാൻ പ്രോംപ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ അടിച്ചു. എൻ്റർ കീ അടിക്കുമ്പോൾ അതിൻ്റെ കേസ് എല്ലാം ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്.
ടൈറ്റിൽ ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് എക്സൽ വന്നു. അവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട്. കൊടുത്ത മെസ്സേജ് എന്തായിരുന്നു? ഡു യു വാണ്ട് ടു പ്രിന്റ് ദിസ് ഫയൽ. ബട്ടൺസ് ഒന്നും വേറെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഡീഫോൾട്ട് ബട്ടണായ ഓക്കെ മാത്രമേ വരൂ ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ അടുത്ത പാരാമീറ്ററിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാനുള്ളത് കോമ ഇട്ടിട്ട് ബട്ടൺ ടൈപ്പും ഐക്കണുമാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പം ബട്ടൺ ടൈപ്സ് മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഐക്കൺസ് മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ കൊടുക്കാം, രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കൂടി പ്ലസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബട്ടൺ മാത്രം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നും കൊടുത്തില്ലെങ്കിൽ ഓക്കെ ബട്ടൺ മാത്രമായിരുന്നു അവിടെ ഉണ്ടായത്. അപ്പോൾ ഡു യു വാണ്ട് ടു പ്രിന്റ് ദിസ് ഫയൽ എന്നത് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് യൂസറിൻ്റെ അടുക്കുന്ന വരാൻ പോകുന്ന റെസ്പോൺസ് യെസ് ഓർ നോ ആയിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന ബട്ടൺസ് യെസ്സും നോ ആണ്, ഓക്കെ വേണ്ട. അപ്പോൾ യെസ് നോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് VBYesNo. ഓക്കെ, അവിടെ ലിസ്റ്റ് ഉണ്ട്, VBYesNo, VBYesNo ക്യാൻസൽ ഉണ്ട്, VB ഓക്കെ ക്യാൻസൽ, ഓക്കെ ഓൺലി, ഇങ്ങനെ കുറേ കോൺസ്റ്റൻസ് ഉണ്ട്. അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ VBYesNo ആണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ VBYesNo സെറ്റ് ചെയ്തു. പിന്നെ ഐക്കൺസ് ഒന്നും ഇവിടെ സെറ്റ് ചെയ്യുന്നില്ല, VBYesNo മാത്രം സെറ്റ് ചെയ്ത് റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ എന്ത് വന്നു? മൈക്രോസോഫ്റ്റ് എക്സൽ തന്നെ ടൈറ്റിൽ വന്നു, ഡു യു വാണ്ട് ടു പ്രിന്റ് ദിസ് ഫയൽ വന്നു. ഓക്കെ ബട്ടന് പകരം രണ്ട് ബട്ടൺസ് വന്നു, യെസ്സും നോയും അല്ലേ. യെസ് നോ വന്നിട്ടുണ്ട്. ഈ യെസ് എന്നുള്ള ബട്ടണാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലേ. അവിടെ ഒരു ബ്ലൂ ബോർഡർ കാണാം, അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഡീഫോൾട്ട് ബട്ടണായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് യെസ് ആണ്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. നമ്മൾ എൻ്റർ കീ അടിക്കുമ്പോൾ ഏതായിരിക്കും വർക്ക് ചെയ്യുക? യെസ് ബട്ടൺ ആയിരിക്കും വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതിനൊരു ഐക്കണും കൂടി സെറ്റ് ചെയ്യാണ്. ഐക്കൺ സെറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് പാരാമീറ്ററിന്റെ കൂടെ തന്നെയാണ്. VBYesNo എന്നുള്ള ബട്ടൺ ടൈപ്സിന്റെ കൂടെ തന്നെയാണ് ഐക്കണും സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലസ് ഇട്ടിട്ടാണ് നമ്മൾ ഐക്കൺ സെറ്റ് ചെയ്യുക. VBYesNo എന്നുള്ള ബട്ടണും വേണം, ഒരു ഐക്കണും വേണം. അപ്പോൾ ഐക്കൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡു യു വാണ്ട് ടു പ്രിന്റ് ദിസ് ഫയൽ, ഇതാണ് യൂസർ കൊടുക്കുന്ന മെസ്സേജ്. അതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് മെസ്സേജ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഐക്കൺ എന്ന് പറയുന്നത് VB ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. VB ക്വസ്റ്റ്യൻ കണ്ടോ, അവിടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ VB ഇൻഫർമേഷൻ, VB എക്സ്ക്ലമേഷൻ, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് ഐക്കൺസ്. അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ VB ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഔട്ട്പുട്ട് നോക്കാം. ഡു യു വാണ്ട് ടു പ്രിന്റ് ദിസ് ഫയലിന്റെ കൂടെ ഒരു ഐക്കണും കൂടി വന്നിട്ടുണ്ട് കണ്ടോ, ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഒരു ഐക്കണും കൂടി അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിന്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യാണ്. ടൈറ്റിൽ എത്ര? മൂന്നാമത്തെ പാരാമീറ്റർ ആണല്ലോ. മൂന്നാമത്തെ പാരാമീറ്റർ കോമ ഇടുമ്പോൾ അവിടെ ടൈറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ടൈറ്റിലാണ്. അപ്പോൾ ടൈറ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രിന്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് ബോക്സ് ആയതുകൊണ്ട് പ്രിന്റ് എന്നുള്ള ഒരു ടൈറ്റിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. മുകളിലെ ടൈറ്റിൽ നേരത്തെ ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ആയിരുന്നു വന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് എന്ത് വന്നിട്ടുണ്ട്? പ്രിന്റ് വന്നിട്ടുണ്ട്. പ്രിന്റ് എന്നുള്ള ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പാരാമീറ്റർ കൊടുത്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആ യെസ് എന്നുള്ള ബട്ടൺ ആയിരുന്നു ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായത് അല്ലേ. യെസ് എന്നുള്ളതിനായിരുന്നു ഒരു നീല ബ്ലൂ ബോർഡർ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാറിയിട്ട് നമുക്ക് നോ ബട്ടണിലോട്ട് സെലക്ഷൻ ഫോക്കസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെക്കൻഡ് പാരാമീറ്റർ ബട്ടൺ ടൈപ്പ് കൊടുത്തു, ഐക്കൺസ് കൊടുത്തു, അതിന് കൂടെ ഡീഫോൾട്ട് ബട്ടണും കൂടി സെറ്റ് ചെയ്യാം. പ്ലസ് VB ഡീഫോൾട്ട് ബട്ടൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നോ ആണ്, സെക്കൻഡ് ആണ് നോ വരുന്നത്. അപ്പം ബട്ടൺ 2 കൊടുത്തു. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. നോയിലായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവുക കണ്ടോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മെസ്സേജ് ബോക്സ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് VBA ബട്ടൺ കോൺസ്റ്റൻസ് ഏതൊക്കെയാണുള്ളത് നോക്കാം. അതായത് VBYesNo എന്നുള്ളത് നമ്മൾ കണ്ടു, ഒരു കോൺസ്റ്റന്റ് നമ്മൾ യൂസ് ചെയ്തു. അതേപോലെയുള്ള വേറെ ഏതൊക്കെ കോൺസ്റ്റൻസ് ആണ് VBA പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ VB OK ഓൺലി, ഇതാണ് ഡീഫോൾട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒന്നും സെറ്റ് ചെയ്യാതപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കോൺസ്റ്റന്റ്, അവിടെ സെറ്റ് ആവുന്ന കോൺസ്റ്റന്റ് VB OK ഓൺലി ആണ്. അതുകൊണ്ടാണ് അവിടെ ഒരു OK ബട്ടൺ മാത്രം വരുന്നത്. നമ്മളൊന്നും സെറ്റ് ചെയ്തില്ലെങ്കിലും OK ബട്ടൺ മാത്രം വരുന്നത്. ഓക്കെ, അപ്പോൾ VB OK only, it displays a single OK button. VB OK cancel, it displays two buttons, OK and cancel. VB abort, retry, ignore, it displays three buttons, abort, retry and ignore. Three buttons ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ് VB yes no cancel, it displays three buttons, yes no and cancel. നെക്സ്റ്റ് വരുന്നത് VB yes no, it displays two buttons, yes and no.
Last one, VB retry cancel. It displays two buttons, retry and cancel. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള കോൺസ്റ്റന്റ് യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് VBA ഐക്കൺ കോൺസ്റ്റൻസ് നോക്കാം. ഇതിൽ VB കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്താണ് മുമ്പത്തെ എക്സാമ്പിളിൽ. അപ്പോൾ വേറെ ഏതൊക്കെ കോൺസ്റ്റൻസ് ആണ് VBA പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, VB ക്രിട്ടിക്കൽ. ഇറ്റ് ഡിസ്പ്ലേസ് എ ക്രിട്ടിക്കൽ മെസ്സേജ് ഐക്കൺ. ക്രിട്ടിക്കൽ മെസ്സേജ് ഐക്കൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് VB ക്രിട്ടിക്കൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് VB ക്വസ്റ്റ്യൻ. ഇറ്റ് ഡിസ്പ്ലേസ് എ ക്വറി ഐക്കൺ. നെക്സ്റ്റ് വരുന്ന VB എക്സ്ക്ലമേഷൻ. ഇറ്റ് ഡിസ്പ്ലേസ് എ വാർണിംഗ് മെസ്സേജ് ഐക്കൺ. VB ഇൻഫർമേഷൻ. ഇറ്റ് ഡിസ്പ്ലേസ് എൻ ഇൻഫർമേഷൻ മെസ്സേജ് ഐക്കൺ. ഇത്രയാണ് കോൺസ്റ്റൻസ് നമുക്ക് ഐക്കൺ കോൺസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് VBAയിൽ. ഓക്കെ, then VBA default button constants. Default button constants നമ്മൾ default button 2 ആണ് മുമ്പത്തെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തത്. അതേപോലെ VBA default button 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഏത് ബട്ടണിലാണോ നമ്മൾ സെലക്ഷൻ വരേണ്ടത്, ഫോക്കസ് വരേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 3 ബട്ടൺ അവിടെ യെസ് നോ ക്യാൻസൽ ഉണ്ടെങ്കിൽ VB default button 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യെസ് ആണ്. VB default button 2 എന്ന് പറഞ്ഞാൽ നോ ആണ്. 3 എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആണ്. ഇനി അബോർട്ട്, റീട്രൈ, ക്യാൻസൽ എന്നുള്ള 3 ബട്ടൺ ആണെങ്കിൽ അതിൽ ഡിഫോൾട്ട് ബട്ടൺ 1 എന്ന് പറയുന്നത് അബോർട്ട് ആയിരിക്കും. ആ ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ VB ഡിഫോൾട്ട് ബട്ടൺ 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബട്ടൺ ഈസ് ട്രീറ്റഡ് ആസ് ഡിഫോൾട്ട്. VB ഡിഫോൾട്ട് ബട്ടൺ 2 ആണെങ്കിൽ സെക്കൻഡ് ബട്ടൺ ഈസ് ട്രീറ്റഡ് ആസ് ഡിഫോൾട്ട്. VB ഡിഫോൾട്ട് ബട്ടൺ 3 ആണെങ്കിൽ തേർഡ് ബട്ടൺ ഈസ് ട്രീറ്റഡ് ആസ് ഡിഫോൾട്ട്. VB ഡിഫോൾട്ട് ബട്ടൺ 4 ആണെങ്കിൽ ഫോർത്ത് ബട്ടൺ ഈസ് ട്രീറ്റഡ് ആസ് ഡിഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഐക്കൺ കോൺസ്റ്റൻസ് വേറെ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. VB ക്രിട്ടിക്കൽ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ റൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഐക്കൺ വരുന്നത്, ക്രിട്ടിക്കൽ. നേരത്തെ നമ്മൾ VB ക്വസ്റ്റ്യൻ ആയിരുന്നു കൊടുത്ത്, ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് VB ക്രിട്ടിക്കൽ. നെക്സ്റ്റ് VB എക്സ്ക്ലമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഐക്കൺ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന VB ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന VB ഇൻഫർമേഷൻ. VB ഇൻഫർമേഷൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് ഈ ഒരു മോഡലായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള ഐക്കൺസ്. യെസ് നോ ക്യാൻസൽ ഉണ്ട്, യെസ് നോ ക്യാൻസലും കൂടി ബട്ടൺസ് കൊടുക്കുകയാണെങ്കിൽ യെസ് നോ ക്യാൻസൽ. ഇപ്പോൾ നോയിലായിരുന്നു നമ്മൾ ഡിഫോൾട്ട് ബട്ടൺ 2 ആണ് സെറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ ഫോക്കസ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു. VB യെസ് നോ ക്യാൻസൽ, VB ഇൻഫർമേഷൻ, അതായത് ഒരു ഇൻഫർമേഷൻ, അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാം. VB ഡിഫോൾട്ട് ബട്ടൺ 2ലാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് വരും. ഇനി ഡിഫോൾട്ട് ബട്ടൺ സെറ്റ് ചെയ്യുന്നില്ല, അതിന് പകരം അടുത്ത ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മോഡൽ കോൺസ്റ്റന്റ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ മെസ്സേജ് ബോക്സ് കാണിക്കുന്ന മോഡൽ എങ്ങനെയാണ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനകത്ത് VB ആപ്ലിക്കേഷൻ മോഡലാണ് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. VB ആപ്ലിക്കേഷൻ മോഡൽ ഇത് നമ്മൾ സെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും വരുന്നത് VB ആപ്ലിക്കേഷൻ മോഡലാണ്. ഓക്കെ, റൺ ചെയ്യുമ്പോൾ ഈ VB ആപ്ലിക്കേഷൻ മോഡലാണ് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നുണ്ടാവും അല്ലേ. ഇതിനോട് റെസ്പോണ്ട് ചെയ്യാതെ നമുക്ക് ഈ എക്സലിനകത്ത് അല്ലെങ്കിൽ VBക്കകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറൊരു ടാസ്കും ചെയ്യാൻ പറ്റില്ല. ആദ്യം ഈ ബട്ടണോട് റെസ്പോണ്ട് ചെയ്ത് അത് ക്ലോസ് ആവണം, എന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് വേറെ എന്ത് ടാസ്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് വിൻഡോസിനകത്ത് വേറെ ഫോൾഡേഴ്സും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കാം, പെയിന്റ് വേണമെങ്കിൽ എടുക്കാം, വേർഡ് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സലിനകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ കറണ്ട് ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ മെസ്സേജ് ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇതാണ് ഡീഫോൾട്ട്. നമ്മൾ സെറ്റ് ചെയ്താലില്ലെങ്കിൽ ആപ്ലിക്കേഷൻ മോഡലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനിയുള്ളത് VB സിസ്റ്റം മോഡലുണ്ട്. VB സിസ്റ്റം മോഡൽ ഇങ്ങനെയാണെങ്കിൽ സിസ്റ്റം മോഡൽ ആകുമ്പോൾ ഈ ഒരു മോഡൽ കാണിക്കും. കൂടെ നമുക്ക് വേറെ ഏതൊരു നേരത്തെ പറഞ്ഞത് എക്സലിനകത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇനി വേർഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെയിന്റോ ഏതെടുക്കുവാണെങ്കിലും അവിടെയെല്ലാം ഫ്രണ്ടിൽ ഈ വിൻഡോ ഉണ്ടാവും, മെസ്സേജ് ബോക്സ് ഉണ്ടാവും.
അപ്പോൾ ഇത് ക്ലോസ് ആയാൽ മാത്രമേ അതിനകത്തും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ആ വിൻഡോക്കകത്തും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ഹോൾ നമ്മൾ സിസ്റ്റത്തിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ മെസ്സേജ് ബോക്സ് അവിടെ വന്നിട്ടുണ്ടാവും, ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ ആ മെസ്സേജ് ബോക്സിനോട് റെസ്പോണ്ട് ചെയ്യാതെ നമുക്ക് വേറെ ഏതൊരു ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യാനല്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് വേറെ ഒരു ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് രണ്ട് ടൈപ്പ് മോഡൽസ്, VB ആപ്ലിക്കേഷൻ മോഡലും VB സിസ്റ്റം മോഡലാണ്. അപ്പോൾ VB ആപ്ലിക്കേഷൻ മോഡലാണ് ഡിഫോൾട്ട് മോഡൽ. ഓക്കെ, അപ്പോൾ VBA മോഡൽ കോൺസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് ഇവിടെ. VB ആപ്ലിക്കേഷൻ മോഡലും VB സിസ്റ്റം മോഡലും അതെന്താണെന്ന് നോക്കാം. VB application model. This suspends the current application till the user responds to the message box. Current application user respond ചെയ്യുന്നത് വരെ സസ്പെൻഡ് ചെയ്യും, അതവിടെ സസ്പെൻഡ് ചെയ്ത് വെക്കും, വേറെ ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് VB സിസ്റ്റം മോഡൽ ആണെങ്കിൽ this suspends all the application till the user responds to the message box. എല്ലാ ആപ്ലിക്കേഷനും അവിടെ സസ്പെൻഡ് ആവും. അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയെല്ലാം മെസ്സേജ് ബോക്സ് കാണാൻ പറ്റും. ആ മെസ്സേജ് ബോക്സ് ക്ലോസ് ചെയ്യാതെ വേറെ ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് അതർ VBA MSG ബോക്സ് കോൺസ്റ്റൻസ്. അപ്പോൾ ബട്ടൺ കോൺസ്റ്റൻസ്, ഐക്കൺ കോൺസ്റ്റൻസ്, ഡീഫോൾട്ട് ബട്ടൺ കോൺസ്റ്റൻസ് ആൻഡ് മോഡൽ കോൺസ്റ്റൻസ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയത്. സെക്കൻഡ് പാരാമീറ്ററിൻ്റെ അവിടെയാണ് നമ്മൾ ഈ കോൺസ്റ്റൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെയും കോൺസ്റ്റൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് പറയാം. VB MSG box help button. This adds a help button to the MSG box. അതായത് MSG ബോക്സിൽ നമ്മൾ യെസ് നോ ക്യാൻസൽ ഇതൊക്കെ വെക്കുന്ന പോലെ ഒരു ഹെൽപ്പ് ബട്ടൺ കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കോൺസ്റ്റന്റ്. നെക്സ്റ്റ് VB MSG ബോക്സ് സെറ്റ് ഫോർഗ്രൗണ്ട്. അതായത് മെസ്സേജ് ബോക്സ് വിൻഡോനെ ഫോർഗ്രൗണ്ട് വിൻഡോ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് എൻഷുവേഴ്സ് ദാറ്റ് മെസ്സേജ് ബോക്സ് വിൻഡോ ഈസ് ഫോർഗ്രൗണ്ട്. നെക്സ്റ്റ് VB MSG ബോക്സ് റൈറ്റ്. This sets the text to right aligned text ആക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ബോക്സിനകത്തുള്ള ടെക്സ്റ്റിന് റൈറ്റ് അലൈൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് VB MSG ബോക്സ് RTL റീഡിങ്. ഇതെന്ന് വെച്ചാൽ ഹീബ്രോ അതേപോലെ അറബിക് ഇങ്ങനെയുള്ള ലാംഗ്വേജിലുള്ള ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. ആ ഒരു മോഡൽ റൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാല്യൂസ് റിട്ടേൺഡ് ബൈ MSG ബോക്സ് ഫംഗ്ഷൻ. ഇതുവരെ നമ്മൾ നോക്കിയത് അതിനകത്ത് സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറെ കോൺസ്റ്റൻസ് ആണ് അല്ലേ. അതിൽ ബട്ടൺ കോൺസ്റ്റൻസ് പറയുന്ന സമയത്ത് പറഞ്ഞു കുറെ ബട്ടൺസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. VBS നോ ക്യാൻസൽ ഇങ്ങനെയുള്ള കുറെ ബട്ടൺസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ മെസ്സേജ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ബട്ടൺസ് ഒക്കെ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ യൂസർ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ വാല്യൂക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ n ആസ് ഇൻറ്റിജർ എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് n-ലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ n-ലോട്ട് വരുന്ന എന്താ, യൂസർ ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ബട്ടൺ കറസ്പോണ്ടിങ് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബട്ടണും എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, ഓരോ ബട്ടണും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റിജർ നമ്പർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്. OK ബട്ടൺ റിട്ടേൺ ചെയ്യുന്നത് 1 ആയിരിക്കും. അതേപോലെ ക്യാൻസൽ ബട്ടൺ റിട്ടേൺ ചെയ്യുന്നത് 2 ആണ്. അബോർട്ട് ബട്ടൺ റിട്ടേൺ ചെയ്യുന്നത് 3, റീട്രൈ ബട്ടൺ റിട്ടേൺ ചെയ്യുന്നത് 4, ഇഗ്നോർ ബട്ടൺ റിട്ടേൺ ചെയ്യുന്നത് 5, യെസ് ബട്ടൺ റിട്ടേൺ ചെയ്യുന്നത് 6, നോ ബട്ടൺ റിട്ടേൺ ചെയ്യുന്നത് 7. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് പോകുന്നത്. റിട്ടേൺ വാല്യൂസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. dim n as integer, റിട്ടേൺ വാല്യൂ ആയിട്ട് n ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. n is equal to MSG ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന മെസ്സേജ് ഡിഡ് യു സ്കോർ മോർ ദാൻ 50%. ഡിഡ് യു സ്കോർ മോർ ദാൻ 50% എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് VB യെസ് നോ രണ്ട് ആൻസർ ആണ് അവിടുന്ന് വരാൻ സാധ്യതയുള്ളത്. യൂസർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് യെസ് നോ ആണ്. അതുകൊണ്ട് VB യെസ് നോ കൊടുത്തു. പ്ലസ് VB ക്വസ്റ്റ്യൻ ഐക്കൺ സെറ്റ് ചെയ്തു, കോമ ടൈറ്റിൽ സെറ്റ് ചെയ്തു, റിസൾട്ട്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും മെസ്സേജ് ബോക്സ് വരുന്നത്, ഈ ഒരു മോഡലിലേക്ക് വരുന്നുണ്ടാവുക. റിസൾട്ട് എന്നുള്ള ടൈറ്റിൽ ഡിഡ് യു സ്കോർ മോർ ദാൻ 50% എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് VB യെസ് നോ കൊടുത്തതുകൊണ്ട് തന്നെ യെസും നോയും രണ്ട് ബട്ടൺസും വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ യൂസർക്ക് ഈ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഡ് യു സ്കോർ മോർ ദാൻ 50% എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസർ ഒന്നുകിൽ യെസ് ക്ലിക്ക് ചെയ്യും അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യും. അപ്പോൾ യൂസർ യെസ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് കൺഗ്രാജുലേഷൻസ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം.
നോ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ള വേറൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുള്ളത് യൂസർ ക്ലിക്ക് ചെയ്യുന്ന ബട്ടണിൻ്റെ ഏത് ബട്ടണാണോ അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കോഡ് കൊടുക്കുന്നത് നോക്കാം. ഇതിനകത്ത് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇഫ് കണ്ടീഷനെ കുറിച്ച് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നിനകത്താണ് നമ്മൾ യൂസർ ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്തത് ആ ബട്ടണ് കറസ്പോണ്ടിങ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നിലോട്ടായിരിക്കും. ആ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും യൂസർ ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്തതെന്ന്. അപ്പോൾ യെസ് ബട്ടൺ ആണോ ക്ലിക്ക് ചെയ്തത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇഫ് കണ്ടീഷനകത്ത്. യെസ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്? 6 ആയിരിക്കും. അപ്പോൾ ഇഫ് n ഈക്വൽ ടു 6 then MSG box congratulations. ഇത് MSG box മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ യെസ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ n ഈക്വൽ ടു 6 ആണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, അല്ലെങ്കിൽ മീൻസ് നോ ബട്ടൺ ആയിരിക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. 6 അല്ലെങ്കിൽ 7. അപ്പോൾ n ഈക്വൽ ടു 6 then കൺഗ്രാറ്റുലേഷൻസ് എൽസ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ള ഒരു മെസ്സേജ് ബോക്സ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് മെസ്സേജ് ബോക്സ് വരും. മെസ്സേജ് ബോക്സ് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിഡ് യു സ്കോർ മോർ ദാൻ 50% കൊടുത്തു. അതിൽ യെസ് നോ ബട്ടണിൽ യെസ് ക്ലിക്ക് ചെയ്തു. യെസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, അവിടെ ഒരു ചെക്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കറസ്പോണ്ടിങ് മെസ്സേജ് ബോക്സ് കാണിക്കും കൺഗ്രാറ്റുലേഷൻസ്. കണ്ടല്ലോ. ഇനി വീണ്ടും ഒന്നുകൂടി റൺ ചെയ്യാണ്. ഡിഡ് യു സ്കോർ മോർ ദാൻ 50%, നോ ആണ് കൊടുക്കുന്നതെങ്കിൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ റിട്ടേൺ വാല്യൂ വെച്ചിട്ട് കോഡ് കൊടുക്കുന്നത്. ഓക്കെ, VBAക്കകത്ത് ഇൻപുട്ട് ബോക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇൻപുട്ട് ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ കണ്ടു. യൂസറിന് എടുക്കുന്ന ഒരു ഇൻപുട്ട് എൻ്റർ ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ബോക്സ് യൂസ് ചെയ്യുന്നത്. ഫോർ ആക്സെപ്റ്റിംഗ് ദ ഇൻപുട്ട് ഫ്രം ദി യൂസർ ദ ഇൻപുട്ട് ബോക്സ് ഈസ് യൂസ്ഡ് ഇൻ 2 ways. അതായത് VBAക്കകത്ത് ഇൻപുട്ട് ബോക്സും രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ബോക്സ് പോലെ തന്നെ. ഫസ്റ്റ് വൺ ദ ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട് ബോക്സ് മെത്തേഡ്. മെസ്സേജ് ബോക്സിലുള്ള പോലെ തന്നെ ഫംഗ്ഷൻ ആൻഡ് മെത്തേഡ് ഇതിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. The input box function displays a dialog box for user input. It returns the information entered in the dialog box. അതായത് ഇൻപുട്ട് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. അതിനകത്ത് യൂസർ ഡാറ്റ ഇൻപുട്ട് ചെയ്യും. ആ ഇൻപുട്ട് ചെയ്ത ഡാറ്റയാണ് അവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. നേരത്തെ മെസ്സേജ് ബോക്സിനകത്താണെങ്കിൽ ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ഇൻറ്റിജർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇൻപുട്ട് ബോക്സിലാണെങ്കിൽ എന്താണ് യൂസർ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ബോക്സിനകത്ത് എന്താണ് യൂസർ എൻ്റർ ചെയ്യുന്നത് ആ ടെക്സ്റ്റ് ആണ് ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷന്റെ സിൻടാക്സ് നോക്കാം. ദ സിൻടാക്സ് ഫോർ ദ ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ ഈസ് return value equal to input box of prompt, title, default, exposition, yposition, help file and context. ഇതാണ് അതിന്റെ പാരാമീറ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് ബോക്സിനകത്ത് യൂസർ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന വാരിയബിൾ ആണ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. റിട്ടേൺ വാല്യൂ ഈക്വൽ ടു ഇൻപുട്ട് ബോക്സ് ഓഫ് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് ബോക്സിനകത്ത് യൂസർ എൻ്റർ ചെയ്യേണ്ടത് എന്താണെന്ന് യൂസർക്ക് ഒരു മെസ്സേജ്, അതായത് ഒരു നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ എൻ്റർ എ നമ്പർ, അല്ലെങ്കിൽ ഒരു 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യേണ്ടതിൽ ഫസ്റ്റ് നമ്പറാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ എൻ്റർ എ ഫസ്റ്റ് നമ്പർ. അങ്ങനെ നമ്മളൊരു മെസ്സേജ് കൊടുക്കും. അങ്ങനെയുള്ള മെസ്സേജസ് കൊടുക്കാനുള്ള പാരാമീറ്ററാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇൻപുട്ട് ബോക്സിൻ്റെ ടൈറ്റിൽ വരാനുള്ളത്. ഡീഫോൾട്ട് എന്ന് പറയുന്നത് യൂസറിനെടുക്കുന്ന നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇപ്പോൾ യൂസർ ഒന്നും എൻ്റർ ചെയ്തില്ലെങ്കിൽ അവിടുന്ന് ഡീഫോൾട്ട് ആയിട്ട് വരേണ്ട വാല്യൂ എന്താണ്, ഇപ്പോൾ 0 ആണ് വരേണ്ടതെങ്കിൽ 0 എന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് എക്സ്പോസിഷൻ ആൻഡ് വൈ പൊസിഷൻ. ഇത് ഇൻപുട്ട് ബോക്സിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ആണ്. എക്സ്പോസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിന്ന് ഈ ഇൻപുട്ട് ബോക്സിലേക്കുള്ള ആ ഒരു സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, വൈ പൊസിഷൻ എന്ന് പറയുന്നത് ടോപ്പ് നിന്ന് ഇൻപുട്ട് ബോക്സിലേക്കുള്ള ആ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ഹെൽപ്പ് ഫയൽ ആൻഡ് കോണ്ടെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഹെൽപ്പ് കൊടുക്കാനുള്ള ഫയലിന്റെ പാത്തും അതേപോലെ അതിന്റെ ഐഡിയും സെറ്റ് ചെയ്യാനുള്ളതാണ് ഹെൽപ്പ് ഫയൽ ആൻഡ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇനി
അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. In its simplest form, the input box functions looks like n equal to input box of enter your age. ഇവിടെ പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഓപ്ഷണൽ ആണ്. സിൻടാക്സിൽ നോക്കിയാൽ കാണാം എല്ലാം സ്ക്വയർ ബ്രാക്കറ്റിലാണ്. പ്രോംപ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ മീനിങ് നേരത്തെ പറഞ്ഞു, ഓപ്ഷണൽ ആണ്, കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിന്റെ സിമ്പിൾ ഫോമിലുള്ള ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. n ഈക്വൽ ടു ഇൻപുട്ട് ബോക്സ് ഓഫ് എൻ്റർ യുവർ ഏജ്, പ്രോംപ്റ്റ് മാത്രം വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇൻപുട്ട് ബോക്സ് എന്ത് വരും? ഇൻപുട്ട് ബോക്സിനകത്ത് എൻ്റർ യുവർ ഏജ് എന്ന് വന്ന് ഒരു ടെക്സ്റ്റ് ബോക്സും ഓക്കെ ക്യാൻസൽ എന്നുള്ള 2 ബട്ടണും ആയിരിക്കും ഇൻപുട്ട് ബോക്സിനകത്ത് വരുന്നത്. ഓക്കെ, ഇൻപുട്ട് ബോക്സ് മെത്തേഡ്. When we proceed the input box function with the application, we get an input box method that will allows us to specify the type of info that we can collect. അതായത് ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷനെ പോലെ തന്നെയാണ് ഇൻപുട്ട് ബോക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇൻപുട്ട് ബോക്സ് എന്നതിന് പകരം അതിന് തൊട്ട് മുമ്പിൽ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഒബ്ജക്റ്റും കൂടി യൂസ് ചെയ്യണം. അതാണ് താഴെ തന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ്. ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ഇൻപുട്ട് ബോക്സ് മാത്രമാണ് യൂസ് ചെയ്തത് ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇൻപുട്ട് ബോക്സ് മെത്തേഡ് ആകുമ്പോൾ ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ് എന്ന് വേണം കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മെത്തേഡിന്റെ സിൻടാക്സ് നോക്കാം. The syntax for the input box method is return value equal to application dot input box of prompt, title, default, left, top, help file, context, type. ഇങ്ങനെയാണ് ഇതിന്റെ പാരാമീറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ള ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ എന്നുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ഇതിലെ ഇൻപുട്ട് ബോക്സ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ് എന്ന് കോൾ ചെയ്യണം, ഇൻപുട്ട് ബോക്സ് മെത്തേഡ് ആണെങ്കിൽ. അപ്പോൾ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആണ്. ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ് എന്ന് കോൾ ചെയ്യുമ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് വരുന്നത് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് തന്നെ. ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷനകത്തുള്ള സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. പ്രോംപ്റ്റ്, ടൈറ്റിൽ, ഡീഫോൾട്ട് ഇതൊക്കെ സെയിം ആസ് ഇൻ ദി ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ലെഫ്റ്റ് ടോപ്പ് എന്നത് എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ കൊടുത്തിരുന്ന അതേ പാരാമീറ്റർ തന്നെയാണ് ഇവിടെയും ലെഫ്റ്റ് ടോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പ് ഫയലും കോണ്ടെക്സ്റ്റും സെയിം തന്നെ. നെക്സ്റ്റ് വരുന്ന ടൈപ്പ് allows us to specify the type of data we are going to collect. അതായത് യൂസറിൻ്റെ അടുത്ത് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ബോക്സ്. അപ്പോൾ ആ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്പർ ആണോ, സ്ട്രിങ് ആണോ, ബൂളിയൻ ആണോ, അങ്ങനെ ഏത് ടൈപ്പ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്പ് പാരാമീറ്ററിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിന്റെ ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് യൂസറിന് എടുക്കുന്ന ഏത് ടൈപ്പ് വാല്യൂ ആണ് കളക്ട് ചെയ്യേണ്ടതെന്ന് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു 0 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ യൂസർ അവിടെ ഫോർമുല മാത്രമേ എൻ്റർ ചെയ്യാവൂ, വേറെ ഒന്നും അവിടെ എൻ്റർ ചെയ്യാൻ പാടില്ല. ടൈപ്പ് ഈക്വൽ ടു 1 ആണെങ്കിൽ യൂസർ അവിടെ നമ്പർ മാത്രമേ എൻ്റർ ചെയ്യാവൂ. ഇൻപുട്ട് ബോക്സിനകത്തുള്ള ടെക്സ്റ്റ് ബോക്സിൽ യൂസർ നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യാവൂ. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോട്ട് എ വാലിഡ് എന്നുള്ള ഒരു എറർ മെസ്സേജ് വരും. നെക്സ്റ്റ് ടൈപ്പ് ഈക്വൽ ടു 2 ആണെങ്കിൽ അവിടെ ടെക്സ്റ്റ് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റൂ. ടൈപ്പ് ഈക്വൽ ടു 4 ആണെങ്കിൽ ബൂളിയൻ വാല്യൂ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റൂ, അതായത് എ ലോജിക്കൽ വാല്യൂ ട്രൂ ഓർ ഫോൾസ് മാത്രമേ അവിടെ എൻ്റർ ചെയ്യാൻ പറ്റൂ. ടൈപ്പ് ഈക്വൽ ടു 8 ആണെങ്കിൽ എ സെൽ റെഫറൻസ് ആസ് എ റേഞ്ച് ഒബ്ജക്റ്റ് മാത്രമേ അവിടെ എൻ്റർ ചെയ്യാൻ പറ്റൂ. അതായത് സെൽ റെഫറൻസ് എന്ന് പറയുന്നത് A1, A10 നമ്മൾ എക്സൽ ഷീറ്റിനകത്തുള്ള അതിൻ്റെ അഡ്രസ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. ടൈപ്പ് ഈക്വൽ ടു 16 ആണെങ്കിൽ ഒരു എറർ വാല്യൂ എൻ്റർ ചെയ്യാനുള്ളതാണ് 16 എന്ന് പറയുന്നത്. സജസ് #n bar a എന്ന് പറയുന്നത് അങ്ങനെയുള്ള എറർ വാല്യൂസ് എൻ്റർ ചെയ്യാനാണ് ടൈപ്പ് ഈക്വൽ ടു 16 കൊടുക്കുന്നത്. ടൈപ്പ് ഈക്വൽ ടു 64 ആണെങ്കിൽ അറേ ഓഫ് വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 64 യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ്റെ മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സബ് ടെസ്റ്റ് ഓഫ് dim n as integer വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് റിട്ടേൺ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. n is equal to ഇൻപുട്ട് ബോക്സ്. ഇൻപുട്ട് ബോക്സ് എന്ന് പറയുന്നത് ഇവിടെ ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മെത്തേഡ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ് എന്ന് കോൾ ചെയ്യണം. ഇൻപുട്ട് ബോക്സ് ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സിൻടാക്സ് ഇവിടെ കിട്ടും. ഇൻപുട്ട് ബോക്സ് പ്രോംപ്റ്റ്, ബാക്കിയെല്ലാം സ്ക്വയർ ബ്രാക്കറ്റിലാണ്, അപ്പോൾ ഓപ്ഷണൽ ആണ്, കൊടുക്കണം നിർബന്ധമില്ല. പ്രോംപ്റ്റ് ഉണ്ട്, ടൈറ്റിൽ, ഡീഫോൾട്ട്, എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ, ഹെൽപ്പ് ഫയൽ, കോണ്ടെക്സ്റ്റ്, ഇത്രയാണ് ഇവിടെ വരുന്നത് അതിന്റെ ബ്രാക്കറ്റിൽ. ലാസ്റ്റ് ആസ് സ്ട്രിങ് എന്ന് പറയുന്നത് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നതാണ് ആസ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ഇതിനകത്തുള്ള ഫസ്റ്റ് പാരാമീറ്റർ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റർ യുവർ ഏജ് എന്നാണ്. അതായത് അവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റ് എൻ്റർ യുവർ ഏജ്. ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടൈറ്റിലാണ്. ഇവിടുന്ന് കോമ ഇടുന്ന സമയത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് വരും. ടൈറ്റിലാണ് നെക്സ്റ്റ് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നാണ് അവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ലൈൻ കാണാം, അത് ഗ്രീൻ കളറിലാണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യില്ല, കമൻ്റ് ആയിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു ലൈനാണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ബോക്സ്. ടൈറ്റിൽ വന്നിട്ടുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ്, എൻ്റർ യുവർ ഏജ് എന്നുള്ള പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ഇനി യൂസർക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഓക്കെ ക്യാൻസൽ എന്നുള്ള രണ്ട് ബട്ടൺ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ ഒരു ഏജ് എൻ്റർ ചെയ്യാം, 12 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 12 ആയിരിക്കും എന്നിനകത്തോട്ടേക്ക് സ്റ്റോർ ആവുന്നുണ്ടാവും. ഇനി ഈ ഇൻപുട്ട് ബോക്സ് നമുക്ക് ഇൻപുട്ട് ബോക്സ് മെത്തേഡായിട്ട് യൂസ് ചെയ്ത് നോക്കാം. ഇത് കമൻറ്റ് ചെയ്യാം തൽക്കാലം. ഇൻപുട്ട് ബോക്സ് മെത്തേഡ് ഫംഗ്ഷൻ കമൻറ്റ് ചെയ്തു. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മെത്തേഡാണ്. മെത്തേഡ് ആകുമ്പോൾ എന്ത് വേണം, ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ് എന്ന് കോൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം അവിടെ സിൻടാക്സ് വരുന്നുണ്ട്. പ്രോംപ്റ്റ് ആസ് സ്ട്രിങ്, പ്രോംപ്റ്റ് എൻ്റർ യുവർ ഏജ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കേണ്ടത് ടൈറ്റിലാണ്, പേഴ്സണൽ ഡീറ്റെയിൽസ്. പിന്നെ ഉള്ളത് ഡീഫോൾട്ട്, ലെഫ്റ്റ്, ടോപ്പ്, ഹെൽപ്പ് ഫയൽ കോണ്ടെക്സ്റ്റ്. ഇതൊന്നും നമുക്ക് കൊടുക്കണ്ട. ലാസ്റ്റിലത്തെ ടൈപ്പ് നമുക്ക് സെറ്റ് ചെയ്യണം. ടൈപ്പ് 1 ആയിട്ട് കൊടുക്കണം. ഓക്കെ, ടൈപ്പ് 1 എന്ന് പറയുന്നത് ഒരു നമ്പർ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്പർ മാത്രം എൻ്റർ ചെയ്യാനുള്ള കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, 1 കൊടുക്കുന്നത്. അപ്പോൾ ടൈപ്പ് 1 കൊടുക്കണം. അപ്പോൾ അതിനിടയിലുള്ള പാരാമീറ്റേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോമ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഡാറ്റ വേണമെങ്കിൽ അവിടെ കൊടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് കോമ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റ് പാരാമീറ്റർ ആയിട്ടാണ് ഈ 1 നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ലാസ്റ്റ് ആണ് ടൈപ്പ് പാരാമീറ്റർ എൻ്റർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അതിനിടയിലുള്ള എല്ലാ പാരാമീറ്റേഴ്സും കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് ലാസ്റ്റ് പാരാമീറ്റർ 1 സെറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഇൻപുട്ട് ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ VBക്കകത്ത് തന്നെയാണ് വരുന്നത്, എക്സൽ ഷീറ്റിനകത്തോട്ടേക്ക് പോകുന്നില്ല. പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഒരു ഇൻപുട്ട് ബോക്സ് ആണ് ഇവിടെ വരിക. ഇൻപുട്ട് ബോക്സ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ടൈറ്റിൽ വന്നിട്ടുണ്ടാവും, എൻ്റർ യുവർ ഏജ് എന്നുള്ള പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്, കൂടെ ടെക്സ്റ്റ് ബോക്സ്. താഴെയാണ് ഓക്കെ ക്യാൻസൽ എന്നുള്ള രണ്ട് ബട്ടൺ വന്നിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് നമ്പർ ആണ് എൻ്റർ ചെയ്യേണ്ടത്, 32 എന്ന് കൊടുക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി വീണ്ടും ഒന്നുകൂടി എൻ്റർ ചെയ്യുന്നത്, ഇവിടെ 1 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്പർ മാത്രമേ എൻ്റർ ചെയ്യാവൂ എന്നുള്ള എൻഷുർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഞാനൊരു ടെക്സ്റ്റ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്താവും, നമ്പർ ഈസ് നോട്ട് വാലിഡ്, അതായത് അവിടെ നമ്പർ അല്ല എൻ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ നമ്പർ മാത്രമേ എൻ്റർ ചെയ്താൽ അവിടെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ആ കോഡ് വരുന്നത്. അപ്പോൾ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻപുട്ട് ബോക്സ് മാത്രമേ യൂസ് ചെയ്താൽ മതി. മെത്തേഡ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ് എന്ന് യൂസ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻപുട്ട് ബോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ എൻ്റർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസ്, റിട്ടേൺ ചെയ്യുന്ന വാല്യൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എൻ്റർ ചെയ്തിരിക്കുന്ന ഏജ് ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ സീനിയർ സിറ്റിസൺസ് കൺസെഷൻ എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കണം. അതല്ലെങ്കിൽ നോ കൺസെഷൻ എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചെക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഗ്രേറ്റർ ദാൻ 60 ആണോ, 60 എന്ന് പറയുന്നത് യൂസർ എൻ്റർ ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള വാല്യൂ ആണ് അതിനകത്തോട്ടേക്ക് സ്റ്റോർ ആവുന്നത്. നേരത്തെ ആണെങ്കിൽ മെസ്സേജ് ബോക്സിനകത്താണെങ്കിൽ ഏത് ബട്ടൺ ആണോ ക്ലിക്ക് ചെയ്ത് ആ ബട്ടൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്, ഇൻറ്റിജർ വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ആവുന്നത്. ഇൻപുട്ട് ബോക്സിലാണെങ്കിൽ എന്താണോ യൂസർ ടെക്സ്റ്റ് ബോക്സിനകത്ത് എൻ്റർ ചെയ്യുന്നത് ആ ഡാറ്റയാണ് ഈ റിട്ടേൺ വാല്യൂക്കകത്ത് സ്റ്റോർ ആവുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്പർ ആണ് എൻ്റർ ചെയ്യേണ്ടത്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്യും. ആ നമ്പർ ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ, അതായത് ഏജ് ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ കൺസെഷൻ ഉണ്ടെന്നും ഇല്ലെങ്കിൽ നോ കൺസെഷൻ എന്നുള്ള മെസ്സേജ് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് 32 എന്ന് കൊടുക്കുന്നത്, അപ്പോൾ നോ കൺസെഷൻ എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. MSG ബോക്സ് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒന്നുകൂടി റൺ ചെയ്യാണ്, 65 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ യു ആർ എലിജിബിൾ ഫോർ സീനിയർ സിറ്റിസൺസ് കൺസെഷൻ എന്നുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മെസ്സേജ് ബോക്സസ് ആൻഡ് ഇൻപുട്ട് ബോക്സസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.